എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾക്ക് അറിയാത്ത 5 സീക്രട്ടുകളാണ്. ആദ്യമായി നമുക്ക് ക്വാളിറ്റി കൺട്രോൾ എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് നമ്മുടെ ഫോൺ പൂർണ്ണമായും നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ്. സ്പീക്കർ, ക്യാമറ, സെൻസർ, ടച്ച് പാഡ് തുടങ്ങിയവയെല്ലാം അനായാസം നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഡയൽ പാഡ് ആദ്യമായി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ടൈപ്പ് ചെയ്യുക: *#*64663#***. ഓക്കെ, നിങ്ങൾക്ക് QC ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേജ് വന്നിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഏതൊരു കാര്യം വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ മോട്ടോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്, 14ാമത്തെ ഓപ്ഷൻ. ഇവിടെ ഞാൻ വൈബ്രേഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ഷോർട്ട് വൈബ്രേഷൻ ഉണ്ട്, ലോങ് വൈബ്രേഷൻ ഉണ്ട്. ഇവിടെ രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ടും ഓക്കെയാണ്, അപ്പൊ നമുക്ക് ഇവിടെ ഓക്കെ എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കീകളെല്ലാം സൈഡിൽ 3 കീ ഉണ്ട്, താഴത്തെ ഭാഗത്ത് 3 കീ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഇവിടെ പച്ച കാണിക്കുന്നുണ്ട്, ഓക്കെ. ഇതെല്ലാം കീകളെല്ലാം ഓക്കെയാണ്, ഇവിടെ ഓക്കെ എന്ന് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിന്റെ ടച്ച് പാഡ് നമുക്ക് ഓക്കെ ആണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ ഡ്രാഗ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇവിടെ ഡ്രാഗ് ചെയ്തപ്പോൾ ഇവിടെ എല്ലാം ഓക്കെ ആണെന്നാണ് കാണിക്കുന്നത്. ഇവിടെയും കൂടി നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇവിടെയും ഓക്കെയാണ്. അതിനുശേഷം നമുക്കിവിടെ LED ലൈറ്റ് പരിശോധിക്കാം. ഇവിടെ ഓക്കെയാണ്. അടുത്തതായി നമുക്കിതിന്റെ ബാക്ക് ക്യാമറ പരിശോധിക്കാം. ഓക്കെ, ഇവിടെ ബാക്ക് ക്യാമറ ഓക്കെയാണ്. ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ച് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഫോണെല്ലാം മേടിക്കുമ്പോൾ ഇതുപോലെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഫോൺ മേടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായി പരിശോധിച്ച് നോക്കാം. രണ്ടാമതായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സൂം ചെയ്യാൻ സാധിക്കും. സൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെഭാഗത്തായി സെറ്റിംഗ്സിന്റെ താഴെഭാഗത്തായി ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവിടെ കണ്ടില്ലെങ്കിൽ എന്റെ ഫോണിൽ അഡീഷണൽ സെറ്റിംഗ്സിലാണ് ആക്സസിബിലിറ്റി. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം മാഗ്നിഫിക്കേഷൻ ഗസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സൂം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് സൂം ചെയ്യുക എന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സൂം ആവുന്നത് കാണാം. അടുപ്പിച്ച് ടാപ്പ് ചെയ്യണം. 1 2 3. ഓക്കെ, ഇവിടെ സൂം ആയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഫോൺ ആവശ്യാനുസരണം നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി നിങ്ങളുടെ ഫോണിൽ ഉയർന്ന MB ഉള്ള ആപ്സുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആസ്പാൾട്ട് പോലെയുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിലെ ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. അതിനുവേണ്ടി എന്റെ ഫോണിൽ MUI വേർഷൻ എന്നതിൽ 7 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ബിൽഡ് നമ്പർ എന്നതിൽ 7 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, എന്റെ ഫോണിൽ MUI വേർഷനിൽ 7 പ്രാവശ്യം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഓൾറെഡി എനേബിൾ ആയിരിക്കുകയാണ്. ബാക്ക് വരാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എബൌട്ടിന് തൊട്ട് മുകളിൽ ചിലപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ എന്റെ ഫോണിൽ അഡീഷണൽ സെറ്റിംഗ്സിലാണ് ഡെവലപ്പർ ഓപ്ഷൻ. ഞാൻ അഡീഷണൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫോഴ്സ് 4x MSAA എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ഓൺ ചെയ്ത് വെക്കാം. ഇത് ഓൺ ചെയ്ത് വെക്കുന്നത് വഴി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കളിക്കുന്ന ഗെയിമിന്റെ എല്ലാം പെർഫോമൻസ് വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നാലാമതായി നമ്മുടെ ഫോണിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ
വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ആനിമേഷൻ ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫോണിന്റെ സ്പീഡ് പെട്ടെന്ന് വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓഫ് ചെയ്യാതെ ഏതെങ്കിലും ഒരു സ്കെയിലിൽ ഇട്ട് നോക്കാം. ആനിമേഷൻ നമുക്ക് കൊടുത്തു നോക്കാം. ഇവിടെ ഞാൻ 10x എന്ന സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആനിമേഷൻ കൊടുത്ത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആനിമേഷൻ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആനിമേഷൻ വളരെ സ്പീഡിൽ വരുന്നതായി കാണുവാൻ സാധിക്കും. ഇതുവഴി നിങ്ങളുടെ ഫോണിന്റെ സ്പീഡ് വളരെയധികം കൂട്ടുവാൻ സാധിക്കും. അഞ്ചാമതായി നമ്മൾ പരിശോധിക്കുന്നത്, നിങ്ങൾക്ക് ചില സമയങ്ങളിലെല്ലാം മൊബൈൽ ഡാറ്റയും അതുപോലെ തന്നെ വൈഫൈയും ഒരുമിച്ച് ലഭിക്കാറുണ്ട്. ഇങ്ങനെ മൊബൈൽ ഡാറ്റയും വൈഫൈയും അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഓൾവേസ് ആക്റ്റീവ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. മൊബൈൽ ഡാറ്റ ഓൾവേസ് ആക്റ്റീവ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുന്നത് വഴി നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയുടെയും വൈഫൈയുടെയും സ്പീഡ് ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് ഓൺ ചെയ്ത് വെക്കുക എന്ന് നമുക്ക് നോക്കാം. നേരത്തെ എടുത്തതുപോലെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മൊബൈൽ ഡാറ്റ ഓൾവേസ് ആക്റ്റീവ് എന്ന ഓപ്ഷൻ കാണാം. അത് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഓൺ ചെയ്ത് വെക്കുന്നത് വഴി നിങ്ങൾക്ക് രണ്ടിന്റെയും സ്പീഡ് ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും. പല ആളുകൾക്കും അറിയാത്ത, ചില ആളുകൾക്കെല്ലാം അറിയുന്നതുമായ ഓപ്ഷൻസ് ആണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ടെക് സംബന്ധമായ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ സിംബൽ ഓൺ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലുള്ള നല്ല ട്രിക്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.